നമസ്കാരം TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KT ജലീലിനെ തള്ളി CPM സംസ്ഥാന നേതൃത്വവും. വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്ന് A. വിജയരാഘവൻ. മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും വിജയരാഘവൻ. MSF വനിതാ വിഭാഗമായ ഇടത് സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടു. നേതാക്കളുടെ ലൈംഗിക അധിക്ഷേപത്തിനെതിരെ വനിതാ കമ്മീഷന് നൽകിയ പരാതി പിൻവലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. സമ്പർക്ക പട്ടികയിലെ 16 പേർക്ക് കൂടി നിപ്പയില്ലെന്ന് സ്ഥിരീകരിച്ചു. പരിശോധിച്ച സാമ്പിളുകൾ നെഗറ്റീവായി. ഇതോടെ കുട്ടിയുമായി സമ്പർക്കമുണ്ടായിരുന്ന 46 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവായി. തിരൂർ നഗരസഭയുടെ സേവനങ്ങൾ ഇനി മുതൽ തേടിയലയേണ്ട. കിടപ്പ് രോഗികളും ഭിന്നശേഷിക്കാരും അടക്കമുള്ളവർക്ക് സേവനങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന വാതിൽപ്പടി സേവന പദ്ധതി ആരംഭിച്ചു. സംസ്ഥാനത്ത് നിന്ന് 30,196 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,71,295 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.63 ജില്ലയിൽ ബുധനാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കുൾപ്പെടെ 2,550 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. KT ജലീലിനെ തള്ളി CPM സംസ്ഥാന നേതൃത്വവും. വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്ന് A. വിജയരാഘവൻ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. AR നഗർ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് KT ജലീലിന്റെ പ്രസ്താവനയിൽ അതൃപ്തി അറിയിച്ച് CPIM സംസ്ഥാന നേതൃത്വവും രംഗത്തെത്തി. പ്രതികരിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് KT ജലീലിന് പാർട്ടി നിർദ്ദേശം നൽകിയതായാണ് സൂചന. ജലീലിനെ CPM സംസ്ഥാന സെക്രട്ടറി ഫോണിൽ വിളിച്ച് അതൃപ്തി അറിയിച്ചതായും സൂചനയുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന A. വിജയരാഘവൻ പറഞ്ഞു. ഇതില് ഉയർന്നു വന്ന വിഷയത്തിൽ മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറമൊന്നും ഇപ്പോൾ നമ്മൾ CPIM ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. ഇന്നലെ തന്നെ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ജലീലും അത് സംബന്ധിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇട്ട് കണ്ടു. അപ്പോൾ അതിനപ്പുറത്തുള്ള ഒരു പ്രതികരണം ഇപ്പോൾ ഞാൻ നടത്തുന്നില്ല. അല്ല, ഇതിൽ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള വിഷയങ്ങളിലെ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നല്ലേ. എന്താണ് നിലപാടെന്നുണ്ട്? കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് നമ്മളെ സംസ്ഥാന ഗവൺമെൻറ്റിനുള്ളതാണ്. കേരളത്തിൻ്റെ ഒരു വലിയ മേഖലയാണത്. അതിൽ പരിമിതികൾ വന്നാൽ പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടെന്നുള്ള മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അതിൽ കൂടുതലൊന്നും ഞാനതിൽ പറയേണ്ടതില്ല. നിങ്ങൾ പറയുന്നതല്ലേ, ഞാനതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഞാൻ ഒന്നും പ്രതികരിക്കില്ല എന്നല്ലേ. അല്ല, അതൊന്നും ഞാൻ എൻ്റെ പ്രതികരണം കഴിഞ്ഞു. അല്ല, അത് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. സഹകരണ ബാങ്കിൽ ED അന്വേഷണം എന്നത് പാർട്ടി നിലപാടിന് എതിരാണെന്നാണ് CPIM നിലപാട്. PK കുഞ്ഞാലിക്കുട്ടിയെ മാത്രം ലക്ഷ്യം വെക്കുന്നത് ശരിയല്ലെന്ന് A. വിജയരാഘവൻ ജലീലിനെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സഹകരണ മന്ത്രിയും ജലീലിനെ തള്ളിയിരുന്നു. വ്യക്തിവൈരാഗ്യം തീർക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കൂട്ടുനിൽക്കില്ലെന്നും VN വാസവൻ പറഞ്ഞിരുന്നു. AR നഗർ ബാങ്കിൽ ക്രമക്കേട് നടന്നോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നാണ് സഹകരണ മന്ത്രി പറഞ്ഞത്. KT ജലീലിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് തനിക്കും പറയാനുള്ളതെന്നും സഹകരണ മന്ത്രി പറഞ്ഞിരുന്നു. MSF വനിതാ വിഭാഗമായ ഹരിത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടു. നേതാക്കളുടെ ലൈംഗിക അധിക്ഷേപത്തിനെതിരെ വനിതാ കമ്മീഷന് നൽകിയ പരാതി പിൻവലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. ഹരിത നേതാക്കളുടേത് കടുത്ത അച്ചടക്ക ലംഘനമാണെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. MSF നേതാക്കളായ PK നവാസ്, അബ്ദുൾ വഹാബ് എന്നിവർക്കെതിരെ ഹരിത നേതാക്കൾ വനിതാ കമ്മീഷനിൽ നൽകിയ പരാതി പിൻവലിക്കാതിരുന്നതിനെ തുടർന്നാണ് ഹരിത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടാൻ ലീഗ് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. കടുത്ത അച്ചടക്ക ലംഘനത്തെ തുടർന്നാണ് നടപടിയെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ഹരിത നേതാക്കൾ പാർട്ടി അച്ചടക്കം തുടർച്ചയായി ലംഘിച്ചു. മാത്രമല്ല, കാലഹരണപ്പെട്ട കമ്മിറ്റി കൂടിയാണിത്. പുതിയ കമ്മിറ്റി ഉടൻ നിലവിൽ വരുമെന്നും PMA സലാം അറിയിച്ചു. ഇന്ന് ഞങ്ങൾ മുഖ്യമായും കൂടിയത് 10 സമിതിയുടെ റിപ്പോർട്ട് നേതൃത്വത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനാണ്. അത് അവതരിപ്പിച്ചു, വിശദമായ ചർച്ചകൾ നടത്തി, അത് നേതൃത്വം അംഗീകരിച്ചു. ഈ മാസം 26-ന് ചേരുന്ന സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കും. 26-നാണ് സംസ്ഥാന പ്രവർത്തക സമിതി നിശ്ചയിച്ചിട്ടുണ്ട്. സ്ഥലം അടുത്ത ദിവസം തീരുമാനിക്കും. പിന്നെ അതുതന്നെയൊക്കെ മറ്റൊന്ന് പ്രധാന തീരുമാനം, ഹരിത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടു. പുതിയ കമ്മിറ്റിയെ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം അടുത്ത ദിവസം പ്രഖ്യാപിക്കും. അച്ചടക്ക ലംഘനം, കടുത്ത അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിലാണ്
അത് മാത്രമല്ല അവരെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. 2018 ഉണ്ടാക്കിയ കമ്മിറ്റിയാണ്. എല്ലാ വർഷവും കമ്മിറ്റി രൂപീകരിക്കണം എന്നാണ് MSFലും ഹരിതയിലൊക്കെയുള്ള തീരുമാനം. അപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുമുണ്ട്, അച്ചടക്ക ലംഘനമുണ്ട്. അതിൻ്റെ പേരിൽ ആ കമ്മിറ്റിയെ പിരിച്ചുവിടാൻ തീരുമാനിക്കുകയും പുതിയ ഹരിത സംസ്ഥാന കമ്മിറ്റിയെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. MSF നേതാക്കൾക്കെതിരെ ഹരിത ഉയർത്തിയ ഇതേ ഉള്ളൂ, ഇപ്പം ഞങ്ങളെ തീരുമാനം ഇതേ ഉള്ളൂ. കൂടുതലുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം. ഈ പ്രവർത്തക സമിതിയിൽ വെക്കുന്ന റിപ്പോർട്ടിൽ ലീഗിന് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, പത്തംഗ സമിതി. അതൊരു അടിമുടി മാറുന്ന ഒരു നിർദ്ദേശമാണ്, പാർട്ടി അടിമുടി മാറുന്ന ഒരു സംവിധാനത്തിൽ. അതിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനും വളർത്താനുമുള്ള പരിപാടികളാണ് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ. അത് മുഴുവൻ പ്രവർത്തക സമിതിയിൽ അവതരിപ്പിക്കും. അവരെ അംഗീകാരത്തോടു കൂടി അത് നടപ്പാക്കുകയും ചെയ്യും. അച്ചടക്ക ലംഘനമാണ് കാരണം. അല്ല, ഇവര് MSFന് എതിരെ പരാതി കൊടുത്തിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ, അത് പിൻവലിക്കണം ആവശ്യപ്പെട്ടിട്ടും. അതാണല്ലോ ചോദിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അച്ചടക്കം തുടർച്ചയായി ലംഘിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് ആ കമ്മിറ്റിയെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. അത് മറ്റുമല്ലാതെ കാലാരണപ്പെട്ട കമ്മിറ്റി കൂടിയാണ്. നേരത്തെ മരവിപ്പിച്ചപ്പോൾ തന്നെ ലീഗിനെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു, സ്ത്രീ വിരുദ്ധ പാർട്ടിയാണെന്നൊക്കെയുള്ള വിമർശനം ഉണ്ടായിരുന്നു. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക സ്ത്രീകളല്ലല്ലോ. ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി ഉടനെ നിലവിൽ വരും. അപ്പോൾ നിങ്ങൾ ആക്ഷേപം തീരും. പാർട്ടിക്കു നൽകിയ പരാതിക്കു പിന്നാലെ നടപടിയില്ലാതായതോടെ ഹരിത നേതാക്കൾ വനിതാ കമ്മീഷനും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഹരിത കമ്മിറ്റിയെ കഴിഞ്ഞ തവണ ചേർന്ന ലീഗ് യോഗത്തിനു ശേഷം മരവിപ്പിക്കാൻ തീരുമാനിച്ചു. സംഭവത്തിൽ PK നവാസ് ഖേദം പ്രകടിപ്പിക്കുമെന്നും ഹരിത നേതാക്കൾ വനിതാ കമ്മീഷനിൽ നൽകിയ പരാതി പിൻവലിക്കുമെന്നും PMA സലാം മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ ലീഗ് നേതൃത്വത്തിന്റെ നടപടിയിൽ തൃപ്തരാകാതിരുന്ന ഹരിത നേതാക്കൾ പരാതി പിൻവലിക്കാൻ തയ്യാറായില്ല. സംഘടനയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെ ലൈംഗിക ചുവയോടെ ചിത്രീകരിച്ചു, ദുരാരോപണങ്ങൾ ഉന്നയിച്ചു, മാനസികമായും സംഘടനാപരമായും തകർക്കാൻ ശ്രമിച്ചു തുടങ്ങിയ പരാതികളാണ് ഹരിത നേതാക്കൾ ഉന്നയിച്ചത്. PK നവാസ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ നടപടി വേണമെന്ന ഹരിത നേതാക്കളുടെ ആവശ്യം ലീഗ് നേതൃത്വം അംഗീകരിച്ചില്ല. നടപടി നവാസിന്റെ ഖേദപ്രകടനത്തിൽ ഒതുങ്ങി. ഹരിത നേതാക്കൾ ആരോപിക്കുന്നത് പോലെ ആരെയും വ്യക്തിപരമായോ ലിംഗപരമായോ അധിക്ഷേപിക്കും വിധമുള്ള ഒരു സംസാരവും നടത്തിയിട്ടില്ലെന്നാണ് നവാസ് വിശദീകരിച്ചത്. എങ്കിലും സഹപ്രവർത്തകർക്ക് തെറ്റിദ്ധാരണയുണ്ടായതായി മനസ്സിലാക്കുന്നുവെന്നും അതിനാൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നുമാണ് നവാസിന്റെ വിശദീകരണം. പാർട്ടിയാണ് പ്രധാനമെന്നും വിവാദങ്ങൾ ഇതോടെ അവസാനിക്കട്ടെ എന്നും ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ നവാസ് പറഞ്ഞിരുന്നു. സമ്പർക്ക പട്ടികയിലെ 16 പേർക്ക് കൂടി നിപ്പ ഇല്ലെന്ന് സ്ഥിരീകരിച്ചു. പരിശോധിച്ച സാമ്പിളുകൾ നെഗറ്റീവായി. ഇതോടെ കുട്ടിയുമായി സമ്പർക്കമുണ്ടായിരുന്ന 46 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവായി. 12 പേരാണ് നിപ്പ ലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നത്. നിപ സമ്പർക്ക പട്ടികയിലെ 16 പേരുടെ സാമ്പിളുകൾ കൂടി നെഗറ്റീവായി. ഇതോടുകൂടി കുട്ടിയുമായി സമ്പർക്കമുണ്ടായിരുന്ന 46 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവായി. 12 പേരാണ് നിപ ലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളത്. നിപ പരിശോധനയിൽ 16 സാമ്പിളുകൾ കൂടി നെഗറ്റീവ്. ഇതോടെ മരിച്ച കുട്ടിയുമായി സമ്പർക്കമുണ്ടായിരുന്ന 46 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 265 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ആശുപത്രിയിലുള്ളത് 62 പേരാണ്. 12 പേർക്ക് നിപ രോഗലക്ഷണമുണ്ട്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. സമ്പർക്ക പട്ടികയിലുള്ള 47 പേർ മറ്റ് ജില്ലയിലുള്ളവരാണ്. 5 വവ്വാലുകളുടെ സാമ്പിളുകൾ പൂനെ NIVയിലേക്ക് അയക്കും. കണ്ടെയ്ൻമെന്റ് സോണല്ലാത്ത കോഴിക്കോട് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നാളെ വാക്സിനേഷൻ പുനരാരംഭിക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതിന് ശേഷം ടെസ്റ്റ് റിസൾട്ട് വന്ന 16 സാമ്പിളുകൾ 16 വ്യക്തികളുടെ സാമ്പിളുകൾ നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പരിശോധനാ ഫലം വന്നത് നേരത്തെ 30 വന്നു, ഇന്ന് രാവിലെ വരെ. അതിനുശേഷം 16, 46 കോണ്ടാക്റ്റുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഇതുവരെയുള്ള നമ്മുടെ ടോട്ടൽ കോണ്ടാക്റ്റുകൾ സമ്പർക്ക പട്ടികയിലുള്ളവർ 265 പേരാണ്. പുതിയതായി നമുക്ക് കുറച്ച് പേര് ആഡ് ചെയ്തത്, നമ്മൾ ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. ഓരോ ആശുപത്രിയിലും ഇന്ന സമയത്ത് എവിടെ ചെന്നു എന്നുള്ള സൂക്ഷ്മമായ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. ആ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചത് കണ്ട് നമ്മളെ കോൾ സെൻറ്ററിൽ ഉൾപ്പെടെ വിളിച്ച് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് അവരും കൂടെ ഉൾപ്പെടെയാണ് 265 പേര്. കുട്ടികൾക്കായി പ്രത്യേക നിപ ചികിത്സാ സൗകര്യം. കുട്ടികളിൽ നിപ ബാധ കണ്ടെത്തിയതിനെ തുടർന്ന് കൂടുതൽ നിരീക്ഷണം നടത്തുകയാണ് ആരോഗ്യവകുപ്പ്. അപസ്മാരം, മസ്തിഷ്ക ജ്വരം തുടങ്ങിയ ലക്ഷണങ്ങളോടെ എത്തുന്ന കുട്ടികളിൽ നിർബന്ധമായി നിപ പരിശോധന നടത്തണമെന്ന് എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകി. തിരുവനന്തപുരം ST ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ പ്രത്യേക നിപ വാർഡ് തുറന്നു. നിപ ചികിത്സയ്ക്കായി വെന്റിലേറ്റർ, ICU സൗകര്യങ്ങളും ഒരുക്കി. ആവശ്യമെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. ലക്ഷണങ്ങളോടെ എത്തുന്ന കുട്ടികളുടെ വിവരങ്ങൾ കൈമാറാൻ ആരോഗ്യവകുപ്പ് സ്വകാര്യ ആശുപത്രികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതില്
സമ്പർക്ക പട്ടികയിലുള്ളവർ നിർബന്ധമായും ക്വാറന്റൈൻ അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളോടും കൂടി പാലിക്കണം. ഇപ്പം നെഗറ്റീവ് ആയവരുടെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയവരെ ഒരു 3 ദിവസം കൂടി ഹോസ്പിറ്റൽ ഐസൊലേഷനിൽ നിരീക്ഷണത്തിൽ ഇരുത്തുകയും അതിനുശേഷം അവർക്ക് വീട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ, വീട്ടിൽ ക്വാറന്റൈൻ സൗകര്യം ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ പോയി അവിടെ പൂർണ്ണമായ ഐസൊലേഷൻ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ ആയിരിക്കേണ്ടതാണ്. തിരൂരിലെ മുതിർന്ന CPM പ്രവർത്തകനായിരുന്ന KA റഹീം അന്തരിച്ചു. 85 വയസ്സായിരുന്നു. വാർദ്ധക്യ അസുഖങ്ങളെ തുടർന്ന് മകളുടെ വസതിയിലായിരുന്നു അന്ത്യം. തിരൂരിലെ സാംസ്കാരിക നാടക രംഗത്തെ ആചാര്യനായിരുന്നു വിട പറഞ്ഞ റഹീം. ദീർഘകാലം CPIM ബ്രാഞ്ച് സെക്രട്ടറിയായും സഹകരണ ബാങ്ക് സെക്രട്ടറിയായും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലും പ്രവർത്തിച്ചിരുന്ന KA റഹീമാണ് അന്തരിച്ചത്. 85 വയസ്സായിരുന്നു. ദീർഘകാലം CPIM തിരൂർ തൃക്കണ്ടിയൂർ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ചെറിയമുണ്ടം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. സാഹിത്യ നാടക രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു അന്തരിച്ച KA റഹീം. പുരോഗമന കലാസാഹിത്യ സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന നാടക പ്രവർത്തകനും സംവിധായകനുമായിരുന്നു അദ്ദേഹം. CPIM തിരൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. അബ്ദുൽ നാസർ, ഫാത്തിമത്ത് സീനത്ത്, ജഹൂറത്ത്, റഫീന, റഫീഖ് തുടങ്ങിയവർ മക്കളാണ്. മൊയ്തീൻ, അലി, അസ്മ, ഹസീന തുടങ്ങിയവരാണ് മരുമക്കൾ. മൃതദേഹം വ്യാഴാഴ്ച പോളിടെക്നിക്കിന് സമീപമുള്ള തെക്കുമുറി ജുമാ മസ്ജിദിൽ സംസ്കരിക്കും. യുവാവിനെ സ്കൂൾ പരിസരത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നിറമരുതൂർ കുമാരൻപടി സ്വദേശി സുജിനെയാണ് നിറമരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസരത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. നിറമരുതൂർ കുമാരൻപടി സ്വദേശി വാസുവിന്റെ മകൻ സുജിനാണ് നിറമരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. താനൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് 5:30 വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ 6 നഗരസഭാ വാർഡുകളിലും 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലയിൽ കോവിഡ് രോഗ നിർവ്യാപന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യ 7-ൽ കൂടുതലുള്ള മേഖലകളിലാണ് ചൊവ്വാഴ്ച മുതൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. 6 നഗരസഭാ വാർഡുകളിലും 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് നിയന്ത്രണങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുന്നത്. 2005-ലെ ദുരന്ത നിവാരണ നിയമം എന്നിവ പ്രകാരമാണ് നിയന്ത്രണങ്ങൾ ഒരാഴ്ച തുടരുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ വ്യക്തമാക്കി. നിലമ്പൂർ 2 വാർഡും പരപ്പനങ്ങാടി 1 വാർഡും പെരിന്തൽമണ്ണയിൽ 1 വാർഡും പൊന്നാനി 1, താനൂർ 1 എന്നിങ്ങനെയാണ് കർശന ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച നഗരസഭാ വാർഡുകൾ. ആലങ്കോട് പഞ്ചായത്തിൽ 1 വാർഡും ചോക്കോട് പഞ്ചായത്തിൽ 2 വാർഡുകളും ചുങ്കത്തറയിൽ 2 വാർഡുകളും എടക്കര 1 വാർഡും എടപ്പാൾ 1 വാർഡ്, എടവണ്ണ പഞ്ചായത്തിൽ 2 വാർഡുകൾ, എടയൂർ പഞ്ചായത്തിൽ 1 വാർഡ്, കൽപ്പകഞ്ചേരി 1 വാർഡ്, കരുവാരക്കുണ്ട് 2 വാർഡുകൾ, കൂഴുപ്പറമ്പ് 1 വാർഡ്, കുറ്റിപ്പുറം 1 വാർഡ്, മറയൂർ 1 വാർഡ്, പെരുമ്പടപ്പ് പഞ്ചായത്തിൽ 1 വാർഡും പൂക്കോട്ടൂർ പഞ്ചായത്തിൽ 1 വാർഡും, തവനൂരിൽ 1 വാർഡ്, തുവ്വൂർ 1, തൃപ്രങ്കോട് 1, വഴിക്കടവ് 1, വണ്ടൂർ 1 എന്നിങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകൾ. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. തിരൂർ നഗരസഭയുടെ സേവനങ്ങൾ ഇനി മുതൽ തേടി അലയേണ്ട. കിടപ്പ് രോഗികളും ഭിന്നശേഷിക്കാരും അടക്കമുള്ളവർക്ക് സേവനങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന വാതിൽപ്പടി സേവന പദ്ധതി ആരംഭിച്ചു. സേവനം ഒരു പൗരന്റെ അവകാശമാണ്. സേവനം ലഭിക്കാത്ത ഒരാളും നഗരസഭയിൽ ഉണ്ടാവാൻ പാടില്ല. ഈ ലക്ഷ്യവുമായാണ് തിരൂർ നഗരസഭ പദ്ധതി ആരംഭിക്കുന്നത്. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതി തെരഞ്ഞെടുത്ത ജില്ലയിലെ 2 നഗരസഭകളിൽ ഒന്നാണ് തിരൂർ. കിടപ്പ് രോഗികൾ, വയോവൃദ്ധർ, ഭിന്നശേഷിക്കാർ, നിരാലംബർ എന്നിവർക്ക് വീടുകളിലെത്തി വിവിധ സേവനങ്ങൾ എത്തിക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി മുനിസിപ്പൽ കൗൺസിലർമാർക്ക് പരിശീലനം ആരംഭിച്ചു. ചെയർപേഴ്സൺ നസീമ AP ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ P രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി TV ശിവദാസ്, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ PKK തങ്ങൾ, VC ശങ്കരനാരായണൻ, AK സൈദലവിക്കുട്ടി, മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ചെമ്പ്ര അഞ്ചുടിയിലെ CFC ക്ലബിന്റെ നേതൃത്വത്തിൽ SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തിരൂർ SI ജലീൽ കറുത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. 20 വർഷത്തോളമായി ചെമ്പ്ര അഞ്ചുടിയിൽ പ്രവർത്തിക്കുന്ന CFC ക്ലബിന്റെ നേതൃത്വത്തിലാണ് SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചത്. തിരൂർ SI ജലീൽ കറുത്തേടത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്റേതിലേറെ നന്നായിട്ട് പഠിച്ചവര് ഒരു ഉയർച്ചയിലും എത്താതെ എന്തായിട്ടുണ്ട്, ആ ഉള്ള ഇതിൽ തന്നെ പോയിട്ടുണ്ട്. എന്റേതിലും കുറഞ്ഞു പഠിച്ചവര് വളരെ നല്ല ഉയർച്ചയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായിട്ടുണ്ട്, ഈ ഒരു SI എന്നുള്ള ഇതിൽ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മളെ ലക്ഷ്യങ്ങളും നമ്മളെ രീതികളും ഒരു കുട്ടിയാവുമ്പോൾ നിങ്ങൾ കാണുന്നു, നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു ആഗ്രഹങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടാവണം. ഞാനൊക്കെ പഠിക്കുമ്പോൾ SLV പഠിച്ച ശേഷം നമ്മളെ മുന്നിലൊന്നും എന്തില്ല, ഒരു പ്രത്യേകിച്ച് ഒരു ലക്ഷ്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ട്, മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, അറിയാനുള്ള മാർഗങ്ങളുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഞങ്ങളൊന്നും പഠിച്ച പോലെയല്ല. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി വെക്കുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്യുക. അഡ്വക്കേറ്റ് ഷബ്ന, മിനി ടീച്ചർ, PP സൈദലവി ഹാജി, റിയാസ് നാരക്കാട്ട, PP നൌഷാദ, P സമീർ എന്നിവർ പങ്കെടുത്തു. വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയും കാനൂർ കലാസാഹിത്യ വായനശാലയും സംയുക്തമായി ലോക സാക്ഷരതാ ദിനം ആചരിച്ചു. വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയും കാനൂർ കലാസാഹിത്യ വായനശാലയും സംയുക്തമായാണ് ലോക സാക്ഷരതാ ദിനം ആചരിച്ചത്. വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വെട്ടത്തുനാട് സമിതി സെക്രട്ടറി KC അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. കാനൂർ വായനശാല സെക്രട്ടറി NS ബാബു അധ്യക്ഷത വഹിച്ചു. വെട്ടത്തുനാട് ചരിത്ര സമിതി പ്രസിഡന്റ് KK അബ്ദുൾ റസാഖ് ഹാജി സ്ത്രീയും നിയമവും എന്ന പുസ്തകം കാനൂരിലെ വനിതകൾക്ക് വിതരണം ചെയ്തു. മലയാള സർവകലാശാല ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ മഞ്ജുഷാർ വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. നമുക്കൊരു സാമാന്യ ബോധം വേണം. ആ സാമാന്യ ബോധം നമ്മളിൽ വളർത്തുന്നത് നമ്മുടെ അക്ഷരാഭ്യാസവും ലോകപരിചയം വേറെ. അത് എഴുത്തും വായനയും പഠിച്ചുകൊണ്ട് തന്നെ ഒരിക്കലും ആവുമെന്ന് പറയുന്നില്ല. അല്ല, ലോകപരിചയം വളരെ പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്. നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ വെൽഫെയർ പാർട്ടി നിറമരുതൂർ പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയാണ് വെൽഫെയർ പാർട്ടി നിറമരുതൂർ പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചത്. ചടങ്ങ് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരി ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഹമീദ് വാണിയമ്പലം ഓഗസ്റ്റ് മാസത്തിൽ നടത്തിയ പ്രഖ്യാപനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സംഘപരിവാറിനെ നേരിടേണ്ടത് ദില്ലിയിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭരണസിരാ കേന്ദ്രങ്ങളിൽ ചെന്നല്ല, ഭരണം കൈയാളുന്ന ദില്ലിയുടെ ഇന്ദ്രപുരിയിൽ ചെന്നല്ല സംഘപരിവാറിനെ നേരിടേണ്ടത്. എന്നാൽ സംഘപരിവാറിന്റെ വളർച്ചയ്ക്ക് തടയിടാൻ, സംഘപരിവാറിന്റെ പ്രാതിനിധ്യത്തിന് തടയിടാൻ പ്രാദേശിക തലത്തിൽ കെട്ടുറപ്പുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് സംഘപരിവാറിന്റെ പ്രതിനിധികൾ വാർഡുകളിൽ നിന്ന് വിജയിച്ചു വരുന്നതിനെ ഏത് നിലയിലെയും ചെറുക്കുന്നതിന് വെൽഫെയർ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, ആ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ വാർഡിൽ സംഘപരിവാറിന്റെ പ്രതിനിധികൾ വിജയിച്ചു വരാതിരിക്കാൻ വേണ്ടി മതേതര കൂട്ടായ്മയായ UDF എന്ന സംവിധാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ വിധ്വംസക ശക്തികൾക്ക് കൂടുതൽ അംഗസംഖ്യ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശം കൂടി വെൽഫെയർ പാർട്ടിക്ക് അതിലുണ്ടായിരുന്നു. റഹീം എച്ചരി പുരസ്കാരം നേടിയ PA റഷീദിനെയും ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫിയെയും ചടങ്ങിൽ അനുമോദിച്ചു. കൊറോണ കാലത്ത് രോഗികൾക്കും താങ്ങും തണലുമായി വീടുകൾ ഫോഗിംഗ് ചെയ്തും രോഗികളുടെ കൂടെ നിന്ന ടീം വെൽഫെയർ ടീമിനെയും ചടങ്ങിൽ അനുമോദിച്ചു. വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KVT സമദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് വൈലത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തി. സുൽഫിക്കർ, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പത്തമ്പാട, വൈസ് പ്രസിഡന്റ് സജിമുൾ കാവീട്ടിൽ, PA റഷീദ, ദാസൻ കുന്നുമൽ, അലിക്കുട്ടി KP, അനീഫ മാസ്റ്റർ, നൌഫൽ, ബാബു ഹാജി, ഷാഹിന നിയാസി, മൂസക്കുട്ടി മുക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ലോക നാളികേര ദിനാചരണത്തിന്റെ ഭാഗമായി മാസ്ക് ടീം മൂസ ഹാജിപ്പടിയുടെ നേതൃത്വത്തിൽ ക്ലബിന്റെ പരിസര പ്രദേശത്തുള്ള വീടുകളിൽ നിന്ന് ശേഖരിച്ച നാളികേരം രണ്ടത്താണിയിലെ ശാന്തിഭവൻ ചൈൽഡ് ഹോം അധികൃതർക്ക് കൈമാറി. ലോക നാളികേര ദിനാചരണത്തിന്റെ ഭാഗമായാണ് മാസ്ക് ടീം മൂസ ഹാജിപ്പടിയുടെ നേതൃത്വത്തിൽ ക്ലബിന്റെ പരിസര പ്രദേശത്തുള്ള വീടുകളിൽ നിന്ന് ശേഖരിച്ച നാളികേരം രണ്ടത്താണിയിലെ ശാന്തിഭവൻ ചൈൽഡ് ഹോം അധികൃതർക്ക് കൈമാറിയത്. ചടങ്ങിന്റെ ഉദ്ഘാടനം ചെറിയമുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബേർ നിർവഹിച്ചു. അഡ്വക്കേറ്റ് മുഹമ്മദ് റഫീഖ് ഖായൽമഠത്തിൽ, ശാന്തിഭവനം പ്രതിനിധി നാസർ, മാസ്ക് ടീം അംഗങ്ങളായ മുസമ്മിൽ VK, ഫാസിൽ, ആഷിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടിക്കെതിരെ ബീൻസ് തിരൂരിൽ ധർണ നടത്തി. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം തടയുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില GSTയിൽ ഉൾപ്പെടുത്തി വില നിയന്ത്രിക്കുക, കേരളത്തിലെ രൂക്ഷമായ കോവിഡ് വ്യാപനം തടയുവാൻ സത്വര നടപടി സ്വീകരിക്കുക, എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ജോലിയും കൂലിയും ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. ബീൻസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വിജയൻ താനൂർ അധ്യക്ഷത വഹിച്ചു. രണ്ട് സർക്കാരുകളും കെണിഞ്ഞു പരിശ്രമിക്കുകയാണ്. സാധാരണക്കാരന്റെ നില വളരെയധികം മോശമായി, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് തള്ളി നീക്കുന്നൊരവസ്ഥയാണ്. കാരണം വിലക്കയറ്റം, ഒന്നാമത് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. വിലക്കയറ്റം നിത്യേന എന്നോണം
വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ആണെങ്കിലും കേന്ദ്രത്തിൻ്റെ തൊഴിലാളി സംഘടന എന്ന നിലയിൽ BMS-ഉം ഈ പ്രക്ഷോഭ പരിപാടിയിലാണ് ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കുറുപ്പത്ത് ദിനേശൻ സ്വാഗതവും ജിംനേഷ് കെ ശിവദാസും തുടങ്ങിയവർ പങ്കെടുത്തു. ലോക സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ച് മാങ്ങാട്ടി ശ്രീനാരായണ ഗുരു സ്മാരക ഗ്രന്ഥാലയവും OISCA ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററും ചേർന്ന് സാക്ഷരതാ ബോധവൽക്കരണം നടത്തി. ലോക സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ചാണ് മാങ്ങാട്ടി ശ്രീനാരായണ ഗുരു സ്മാരക ഗ്രന്ഥാലയവും OISCA ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററിന്റെയും ആഭിമുഖ്യത്തിൽ സാക്ഷരതാ ബോധവൽക്കരണം നടത്തിയത്. OISCA ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്റർ സെക്രട്ടറി ഉള്ളാട്ടിൽ രവീന്ദ്രൻ വായനശാലയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. അറിവ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും എല്ലാത്തിൻ്റെയും കരുത്താണ്. ഇത് ഇങ്ങനെയൊരു തുടങ്ങാൻ കാരണം ഈ സാക്ഷരത കൊണ്ട് പല കാര്യങ്ങളുണ്ട്. ശിശുമരണങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ജനസംഖ്യ വർധന കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം മികവുകൾ ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ OISCA ഇന്റർനാഷണൽ എപ്പോഴും ഒരു ജപ്പാനീസ് ഓർഗനൈസേഷനാണ്. ഇത് വിദ്യാഭ്യാസ രംഗത്തും അതുമാതിരി തന്നെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ കാര്യത്തിലും അഗ്രികൾച്ചർ കാര്യത്തിലും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. വാർഡ് മെമ്പർ T അനിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. UP ബാലകൃഷ്ണൻ, TK ചന്ദ്രൻ, മുരളി മോഹൻ, M പുഷ്കരൻ, M ബാബുരാജ്, മൂപ്പിൽ ബാബു, M രമണി തുടങ്ങിയവർ പങ്കെടുത്തു. KSRTC ഡിപ്പോകളിലും മദ്യശാലകൾ തുടങ്ങാനുള്ള പിണറായി സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി തിരൂരിൽ മുനിസിപ്പൽ കമ്മിറ്റി തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തി. മദ്യവർജനമാണ് ആശയം, മദ്യമുക്ത കേരളമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയ പിണറായി സർക്കാർ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള നീക്കമാണ് നടത്തുന്നത്. കഴിഞ്ഞ UDF സർക്കാർ ഭരണത്തിൽ നിന്നിറങ്ങുമ്പോൾ വെറും 30 മദ്യശാലകൾ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ നിന്ന് 700ഓളം മദ്യശാലകൾ തുറന്നു കൊടുത്തിരിക്കുന്നു. കൂടാതെയാണ് KSRTC ഡിപ്പോകളിലും മദ്യശാലകൾ തുറക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം. ഇത് കേരള ജനതയോടുള്ള കടുത്ത വഞ്ചനയാണെന്നും വെൽഫെയർ പാർട്ടി ആരോപിച്ചു. രണ്ടാം പിണറായി സർക്കാർ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയ അംഗീകാരം അത് മദ്യമൊഴുക്കാനുള്ള അംഗീകാരമാണ് എന്ന രൂപത്തിൽ ഇപ്പോൾ ബാറുകളും മദ്യഷാപ്പുകളുമൊക്കെ 6 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ വളരെ ദുരുപദിഷ്ഠിതമായ ഒരു തീരുമാനം KSRTC സ്റ്റാൻഡുകൾ ആ സ്റ്റാൻഡുകളിൽ പോലും ഔട്ട്ലെറ്റ് തുടങ്ങുവാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ പോലും വിദൂര യാത്രക്കാരായ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഈ പ്രദേശങ്ങളിൽ KSRTC സ്റ്റാൻഡിലും മറ്റും അവർ യാത്രക്ക് ബുദ്ധിമുട്ടുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുമ്പോൾ മദ്യപന്മാരുടെ കൂത്തരങ്ങായി മാറുന്നൊരു സാഹചര്യത്തിലേക്ക് ഈ കേരളക്കരയെ ജനങ്ങൾ നിബിഡമായി നിൽക്കുന്ന സ്റ്റാൻഡുകളും KSRTC സ്റ്റാൻഡുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും പട്ടണങ്ങളുമൊക്കെ മദ്യത്തിൻ്റെ കൂലം കൊഴുത്തിനുള്ള ഒഴുക്കിനുള്ള ഇടങ്ങളാക്കി മാറ്റുവാനുള്ള ശ്രമമാണ്. KSRTC സ്റ്റാൻഡുകളിൽ മദ്യശാലകൾ തുറക്കുന്നതിനെതിരെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് പറഞ്ഞു. സർക്കാരിന്റെ ഇത്തരം ജനദ്രോഹ നടപടികൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അർഷാദ് മാസ്റ്റർ, അബ്ദുറഹിമാൻ ചെമ്പ്ര, ബഷീർ മുത്തൂർ, നസീഫ് അന്നാര, സൈനുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. യൂത്ത് കോൺഗ്രസ് ജില്ലാ മുൻ വൈസ് പ്രസിഡന്റും തിരൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായിരുന്ന PC ശങ്കരനാരായണന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ്, തിരൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായിരുന്ന തിരൂരിലെ കോൺഗ്രസിന്റെ നിറസാന്നിധ്യമായിരുന്ന PC ശങ്കരനാരായണന്റെ നിര്യാണത്തിലാണ് സർവകക്ഷി അനുശോചന യോഗം നടത്തിയത്. പൊതുജീവിതത്തിൽ സംശുദ്ധമായ പ്രവർത്തനവും തന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ആരോട് വ്യക്തിപരമെന്ന് പറയുന്ന പ്രകൃതവും അതോടൊപ്പം സാധാരണക്കാരോട് കൂടി നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്ന വ്യക്തിത്വമായിരുന്നു PC. ഏകദേശം 3 പതിറ്റാണ്ടോളം 1990 മുതൽ അദ്ദേഹത്തോടൊപ്പം പൊതുപ്രവർത്തന രംഗത്ത് ഒരു മുന്നണിയിലുള്ളവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്തായാലും അല്ലാത്തപ്പോഴൊക്കെ വളരെ സജീവമായ പ്രവർത്തനം ചെയ്യുന്നതാവുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങളും നയങ്ങളും രൂപപ്പെടുത്തുന്നതിനകത്ത് തന്റെ വ്യക്തിത്വം എത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ PC. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യാസർ വയ്യോളി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് S ഗിരീഷ്, അഡ്വക്കേറ്റ് K പത്മകുമാർ, അബ്ദുൽ സലാം മാസ്റ്റർ, നന്ദൻ മാസ്റ്റർ, പന്ത്രോളി മുഹമ്മദ് അലി, പാറപ്പുറത്ത് കുഞ്ഞുട്ടി, രാമൻകുട്ടി പാങ്ങാട്, ചന്ദ്രമോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് നിന്ന് 30,196 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,71,295 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.63 ആണ്.
സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് പ്രതിദിന ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 30,196 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3,832 രോഗികളുള്ള തൃശൂർ ജില്ലയാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 510 രോഗികളുള്ള കാസർഗോഡാണ് ഏറ്റവും കുറവ് രോഗികളുള്ളത്. 1,71,295 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.63% ഉയർന്നു. 181 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 22,001 ആയി. 28,617 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,259 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 190 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരുമാണ്. 130 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 27,579 പേർ രോഗമുക്തരായി. ഇതോടെ 2,39,480 പേരാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 40,21,456 പേർ ഇതുവരെ രോഗമുക്തരായിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 6,08,228 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 5,75,411 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിലാണ്. 32,817 പേർ ആശുപത്രികളിലുമുണ്ട്. 2,587 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിൽ ബുധനാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കുൾപ്പെടെ 2,580 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 15.54% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിൽ ബുധനാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കുൾപ്പെടെ 2,580 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 15.54% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 2,431 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 44 പേർക്ക് ഉറവിടമറിയാതെയുമാണ് രോഗബാധയുണ്ടായത്. കൂടാതെ വിദേശത്ത് നിന്നെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 98 പേർക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3,019 പേരാണ് ബുധനാഴ്ച കോവിഡ് മുക്തരായത്. ഇതോടെ ജില്ലയിൽ കോവിഡ് മുക്തരായവരുടെ എണ്ണം 4,86,119 ആയി. 70,214 പേരാണ് ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KT ജലീലിനെ തള്ളി CPM സംസ്ഥാന നേതൃത്വവും. വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്ന് A. വിജയരാഘവൻ. മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും വിജയരാഘവൻ. MSF വനിതാ വിഭാഗമായ എരുത്ത സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടു. നേതാക്കളുടെ ലൈംഗിക അധിക്ഷേപത്തിനെതിരെ വനിതാ കമ്മീഷന് നൽകിയ പരാതി പിൻവലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. സമ്പർക്ക പട്ടികയിലെ 16 പേർക്ക് കൂടി നിപ്പയില്ലെന്ന് സ്ഥിരീകരിച്ചു. പരിശോധിച്ച സാമ്പിളുകൾ നെഗറ്റീവായി. ഇതോടെ കുട്ടിയുമായി സമ്പർക്കമുണ്ടായിരുന്ന 46 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവായി. തിരൂർ നഗരസഭയുടെ സേവനങ്ങൾ ഇനി മുതൽ തേടിയലയേണ്ട. കിടപ്പ് രോഗികളും ഭിന്നശേഷിക്കാരും അടക്കമുള്ളവർക്ക് സേവനങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന വാതിൽപ്പടി സേവന പദ്ധതി ആരംഭിച്ചു. സംസ്ഥാനത്ത് നിന്ന് 30,196 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,71,295 സാമ്പിളിലാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.63%. ജില്ലയിൽ ബുധനാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കുൾപ്പെടെ 2,580 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.